നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശാരദാമ്മ, സമാധാനപ്പെട്ട്. ആദ്യം നമുക്ക് സംഭവിച്ചെന്താന്ന് മനസ്സിലാക്കണ്ടേ? നീ പറ, എന്താ സംഭവിച്ചേ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ചേച്ചി. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം. സംഭവിച്ച എന്താന്ന് പറ. കുഞ്ഞേച്ചി എന്നെ റൂമിലിരുത്തിട്ട് അമ്മയെ അന്വേഷിച്ച് പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പെട്ടെന്ന് ഉറക്കം വന്ന് ഞാനീ ബെഡിൽ കയറി കിടന്നു. വാതിൽ ലോക്ക് ചെയ്യാൻ പോലും മറന്നു. എനിക്ക് അത്രയ്ക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. ഒന്ന് മയങ്ങിപ്പോയി എന്നുള്ളത് സത്യമാ. പിന്നെ ഞാൻ കണ്ണു തുറക്കുമ്പോ നിങ്ങൾ എല്ലാരും എന്റെ കൺമുന്നിലുണ്ട്. ബ്രോ, ഞാനിതുവഴി വരുമ്പോ നല്ലതുപോലെ ഉറക്കം വന്നു, മയങ്ങി വീഴാൻ പോകുന്നത് പോലെ. വേക്കന്റെ റൂം ഏതെങ്കിലും ഉണ്ടോന്ന് ഇതുവഴി വന്ന ഏതൊരു വേറോട് ഞാൻ ചോദിച്ചു. അയാളാ എന്നെ ഈ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതും ബെഡിൽ കിടത്തിയതും ഒക്കെ. പിന്നെ ഈ റൂമിൽ ലൈറ്റ് പോലും ഉണ്ടായിരുന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഒന്നും ശ്രദ്ധിച്ചില്ല. കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഇപ്പോഴാ. പിന്നെ എങ്ങനെയാ? മതി അമ്മേ, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടുന്ന് ഞാൻ അമ്മയെ തിരക്കി വന്നിട്ട് ഇപ്പൊ 10 മിനിറ്റ് ആയിട്ടില്ല. സംഭവിച്ചു പോയൊരബദ്ധം അതിനി നമ്മളായിട്ട് പറഞ്ഞ് വലുതാക്കണ്ട. അത് എന്നാലും ശാലി ഏത് വേറാണാവോ? വീട് വിഷ്ണുവേട്ടാ, ഇനി ഇതിന്റെ ഒന്നും പിന്നാലെ പോകുന്നില്ല നമ്മള്. ഇതിവിടെ തീരുന്നു, തീരണം. വിഷ്ണുട്ടാ, രോഹിത്തിനെ വിളിച്ചോണ്ട് പുറത്തു പോ. രോഹിത് വന്ന്. എല്ലാം ചെയ്തു വെച്ചിട്ടിരുന്ന് മോങ്ങിക്കും. ഇത് കള്ളോർക്കം തന്നെയാ. അല്ലെങ്കിൽ രോഹിത് എന്നോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ആർക്കാ ഓർക്കം വരിക? ഈശ്വര, കുഞ്ഞേച്ചി, എടി എന്നാൽ ഇവള് അമ്മ ഇവളെന്ത് ചെയ്തെന്നാ? എടി അവളൊന്നും ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ല. സൂക്ഷിക്കേണ്ട അടുത്ത് സൂക്ഷിച്ചില്ല. അതാ ഒരു പെണ്ണ് ആദ്യം പഠിക്കേണ്ട പാഠം. അമ്മ ഇപ്പൊ മക്കളെ പാഠം പഠിക്കാൻ നിൽക്കുവാണോ? അത് നാളെ ശാരികേച്ചിയുടെയും രാജീവ് സാറിന്റെയും 2ാം മംഗല്യം നടത്താൻ പോവാണ്. മുറിഞ്ഞു പോയൊരു ബന്ധം കൂട്ടിക്കെട്ടാൻ പോവുക. അതിനി ഒരു തടസ്സം ഉണ്ടാക്കില്ലേ? നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ശാരദാമ്മേ. നിങ്ങളുടെ 3 മക്കളിൽ ഒരാളുടെ ജീവിതം ഞാനിങ്ങെടുത്തു. കൊരങ്ങന്റെ കൈ കിട്ടിയ പൂമാലയാക്കും ഞാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഭഗവാനെ, ഒരുപാട് സങ്കടങ്ങൾ താണ്ടിയവളായ എന്റെ മോള് ഒരു പെൺജന്മത്തിന് താങ്ങാവുന്നതിലധികം നീ അവക്ക് കൊടുത്തു. ഇപ്പൊ കാറിലും കോളിലും ചുഴിയിലും ഒക്കെ പെട്ടിരുന്ന അവളുടെ ജീവിതം ഒരുവിധം കരയ്ക്കടുത്തിരിക്കുക. ഇനിയെങ്കിലും നീ അവക്ക് മനസ്സമാധാനം നൽകി അനുഗ്രഹിക്കണേ. എന്താ? സന്തോഷം കൊണ്ടാ മോളെ. അമ്മയ്ക്ക് സന്തോഷിക്കാനുള്ള ദിവസമല്ലേ ഇന്ന്. തിരുമേനി, ചടങ്ങ് പൊട്ടിപ്പോയ മംഗല്യസൂത്രം കൂട്ടിയിണക്കുന്ന ചടങ്ങല്ലേ?
മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് എപ്പോ വേണമെങ്കിലും ആകാമല്ലോ. ശ്രീകോവിലിന് മുന്നിൽ വെച്ചൊരു താലികെട്ട് മാത്രം മതിയാകും. അർദ്ധനാരീശ്വരൻ സാക്ഷിയാകണമെന്ന് മാത്രം. ഉം. ശാരദേ, ഒരുക്കങ്ങളൊന്നും ബാക്കിയില്ലല്ലോ? ഇല്ല ഗോപാലേട്ടാ, വിഷ്ണുമോനല്ലേ ഒരുക്കങ്ങളൊക്കെ ഏറ്റിരുന്നത്. നമ്മളൊന്നും അറിയണ്ടെന്നാ പറഞ്ഞത്. പിന്നെ എന്താ നിന്റെ മുഖത്തൊരാശങ്ക? അത് ഗോപാലേട്ടാ, ഈ ചടങ്ങ് ചിലപ്പോ നടന്നേക്കില്ലെന്ന് എന്റെ ഉള്ളിലൊരു പേടി. അശുഭം പറയാതെ ശാരദേ, എന്താ നിനക്കിപ്പോ അങ്ങനെ തോന്നാൻ? അത് ഈ ചടങ്ങ് തടയാൻ ആരോ ശ്രമിക്കുന്ന പോലെ എന്റെ മനസ്സിനുള്ളിലിരുന്ന് ആരോ പറയുന്നു. അതൊക്കെ നിന്റെ വെറും തോന്നലാ ശാരദേ. ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ചടങ്ങ് ശുഭമായി തന്നെ നടക്കും. എന്റെ അത്തരം തോന്നലുകളൊന്നും വെറുതെ ആയിട്ടില്ല ഗോപാലേട്ടാ. അതാ ഇപ്പൊ എന്നെ ഭയപ്പെടുത്തുന്നതും. വിജയേ, ഇത് വേണോന്ന് ഇപ്പോഴും എനിക്കൊരു സംശയമുണ്ട്. നമ്മള് ഛർദിച്ചത് വിഴുങ്ങിയല്ലെന്നാ ഇപ്പോഴും എന്റെ സംശയം. കൃഷ്ണൻകുട്ടിച്ചേട്ടനൊന്നും മിണ്ടാതിരുന്നേ. അവന് വേണ്ടി വേറെ പെണ്ണിനെ നോക്കിയതല്ലേ നമ്മള്. കാര്യങ്ങളെല്ലാം കരയ്ക്കെടുത്തപ്പോ അവൻ മലക്കം പറഞ്ഞില്ലേ. എന്താ കാര്യം? അവന്റെ മനസ്സിൽ ഈ പെണ്ണ് കിടക്കല്ലേ. ഓ, ഇനി ഏത് ഭൂലോകരംഭ വന്നാലും അവന്റെ മനസ്സിളകാൻ പോകുന്നില്ല. എന്തായാലും അവനൊരു കൂട്ട് വേണം. അത് പിന്നെ ശാരികെങ്കിൽ ശാരിക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്നോട് എത്ര മണിക്കാണ് ടൈമിംഗ് ഇല്ലാത്തവരെ ഞാൻ വരാൻ പറഞ്ഞത്? ഇപ്പോഴെങ്കിലും വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ധ്യാനവും പ്രത്യക്ഷമാക്കലും ഒക്കെ പൊളിഞ്ഞാനെ. അത് ശരി. അപ്പൊ എല്ലാരും കൂടി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതാ അല്ലേ? എന്നോട് സച്ചേട്ടനാ ഇന്നലെ രാത്രി വിളിച്ച് പറഞ്ഞ് രാവിലെ ആറ്റുകാലമ്പലത്തിൽ പോണോന്ന്. എന്നോട്? അതെ, മുഴുവൻ പ്ലാനിങ്ങും എന്റേതായിരുന്നു. ആ, ഇനി ഇവിടെ നിന്ന് കഥ പറഞ്ഞുകൊണ്ടിരുന്നാലേ നടയടയ്ക്കും. വാ തൊഴാം. വാ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ആള് ഞാനാണെന്ന് എനിക്ക് തോന്നുന്നു. സച്ചേട്ടനോടൊപ്പം ഈ നടയിൽ നിൽക്കുക എന്നത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു. മനസ്സിൽ ഒരിക്കലും നടക്കില്ല എന്ന ധാരണയിൽ ഞാൻ കണ്ട സ്വപ്നങ്ങളിലൊന്ന് ഇന്ന് സഫലമൊരുക്കിയ ദേവി. എല്ലാത്തിനും നന്ദിയും 1000 കടപ്പാടും.
ഇന്ന് ആറ്റുകാൽ പൊങ്കാലയായിരുന്നു. എല്ലാ വർഷവും അമ്മയോടൊത്ത് പൊങ്കാലയിടാൻ ഞാനും പോവായിരുന്നു. പക്ഷേ ഈ വർഷം അത് മുടങ്ങി. ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സച്ചിനോടൊപ്പം അമ്മയെ ഒരുമിച്ച് തൊഴണമെന്ന്. ആറ്റുകാൽ അമ്മയായി രൂപാന്തരം പ്രാപിക്കുന്നതിന് മുമ്പ് കണ്ണകി എന്ന സാധാരണ പെൺകുട്ടിയായി അമ്മ ജീവിച്ച കഥ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. തൻ്റെ ഭർത്താവായ കോവലനെ ജീവന് തുല്യം സ്നേഹിച്ചതും കണ്ണകിയുടെ തീവ്രമായ ആ ഇഷ്ടം മനഃപൂർവ്വമായി കണ്ടില്ലെന്ന് നടിച്ച് കുടുംബത്തെ മറന്ന് കോവലൻ മാധവി എന്ന പെൺകുട്ടിയുമായി അടുപ്പത്തിലായതും മാധവിയിൽ അടിമപ്പെട്ട് ജീവിച്ചിട്ടൊടുവിൽ മാധവിയുടെ ഹൃദയത്തിൽ തനിക്കൊരു സ്ഥാനവുമില്ലെന്നറിഞ്ഞ് അയാൾ അവളാൽ തഴയപ്പെട്ടതും തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് തന്നെ കാത്തിരുന്ന കണ്ണകിയിലേക്ക് മടങ്ങി വന്നതും കണ്ണകി എല്ലാം മറന്ന് അയാളെ വീണ്ടും സ്വീകരിച്ച് ഒരു പുതിയ ജീവിതം തുടങ്ങിയതുമെല്ലാം എന്റെ മുത്തശ്ശി കഥകളിലെ മായാത്ത ഓർമ്മകളാണ്. കണ്ണകിയെ പോലെ ഞാനും കാത്തിരിക്കുന്നു. മറ്റൊരു സ്ത്രീയിൽ അടിമപ്പെട്ടു പോയ എന്റെ ഭർത്താവിന്റെ വരവും കാത്ത് എല്ലാം ക്ഷമിച്ച് പുതിയ ജീവിതം സ്വപ്നം കണ്ട് അർച്ചന കാത്തിരിക്കുന്നു. സച്ചിദാനന്ദൻ തന്നിലേക്ക് വരുന്ന നിമിഷവും കാത്ത്. അങ്ങനെ ഒരു ദിവസമുണ്ടായാൽ ഞങ്ങൾ ഒരുമിച്ച് അമ്മയുടെ നടയിൽ വരും. തിരികെ തന്ന ആ ജീവിതത്തിന് നന്ദി പറയാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. ഞാൻ കരുതിയില്ല തനിക്കത് അത്രയും വലിയ സർപ്രൈസ് ആയിരിക്കുമെന്ന്. ഇതുപോലുള്ള എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് പറയ്, കേക്കട്ടെ. അങ്ങനെ വലിയ മോഹങ്ങളൊന്നുമില്ല. ഇപ്പോ ഇത് തന്നെ ഒരിക്കലും നടക്കുമെന്ന് ഞാൻ കരുതിയതുമല്ല. എന്നിട്ടും അത് നടന്നു. നടക്കില്ല എന്നോർത്ത് എന്നും ഉപേക്ഷിച്ച ആഗ്രഹങ്ങളായിരുന്നു ഇതൊക്കെ. അതുകൊണ്ട് ഇതൊക്കെ എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്ന ബോണസുകൾ. ചില സമയത്ത് തന്റെ സംസാര രീതിയൊക്കെ എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട് കേട്ടോ. ചില സമയം തോന്നും എപ്പോഴും എല്ലാത്തിനും കരഞ്ഞു വിഷമിക്കുന്ന ഒരു പെൺകുട്ടിയാ താനെന്ന്. ചില സമയത്ത് ആഗ്രഹം സാധിക്കാൻ ഏതറ്റം വരെയും പോകുന്ന വാശിക്കാരിയാണെന്ന് തോന്നും. എനിക്കിപ്പോഴും തന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല എന്നാ പറഞ്ഞു വന്നത്. വേണ്ട, താൻ ചിരിക്കണ്ട. തന്നെ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ലെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഞാനൊരു നല്ല ഭർത്താവല്ലെന്ന് കൂടിയാ. ആര് പറഞ്ഞു എന്റെ ഭർത്താവ് ഒരു നല്ല ഭർത്താവല്ലെന്ന്? ചില സാഹചര്യങ്ങളില് നമ്മൾ അറിയാതെ മാറിപ്പോകുന്നതെല്ലാം. സച്ചിൻ എന്നെ ഏത് രീതിയിൽ കാണാനാ കൂടുതൽ ഇഷ്ടം? അർച്ചന ശരിക്കും എങ്ങനെയാണോ അങ്ങനെ കാണാൻ. എനിക്ക് വേണ്ടി താൻ മാറുകയൊന്നും വേണ്ട. താൻ താനായിട്ടിരുന്നാ മതി. ഞാനായി തന്നെ സ്നേഹിച്ചോളാം. എന്താ, അതല്ലേ നല്ലത്? എനിക്കിഷ്ടം എന്റെ കാര്യങ്ങളൊക്കെ മറന്ന് സച്ചേട്ടന് നല്ലൊരു ഭാര്യയായിട്ട് ജീവിക്കണമെന്ന്. ഇവിടെ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നോക്കി സച്ചേട്ടനോടൊപ്പം എന്നും ഇങ്ങനെ ജീവിക്കണം. ഇവിടെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവരവർക്കറിയാം. എന്റെ ഭാര്യാസ്ഥാനം അലങ്കരിച്ച് എന്റെ അടിമയായി ജീവിക്കുന്നു വേണ്ട താൻ. അങ്ങനെ ഭാര്യ മുറിക്കുള്ളിലിട്ട് അനുസരണ പഠിപ്പിക്കുന്ന ഒരാളുമല്ല ഞാൻ. തനിക്ക് തന്റേതായ വ്യക്തിത്വം സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. അതിലൊരിക്കലും ഞാൻ ഇടപെടാൻ വരികയില്ല. ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ എനിക്കുള്ളൂ. നമുക്കിടയിലുള്ള ഈ സ്നേഹത്തിൽ ഒരിക്കലും കുറവ് വരരുത്. എന്നും താൻ എന്നോടൊപ്പം വേണം. അത് തന്നെയാ ഞാനും ആഗ്രഹിച്ചതും.
സച്ചേട്ടൻ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുമ്പോഴുണ്ടല്ലോ, മനസ്സിലെ ഭാരം എല്ലാം ഒഴിഞ്ഞ് സ്വർഗത്തിലെത്തിയ പോലെയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വണ്ടി കേടായി പോകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഒരു കുഴപ്പമില്ലായിരുന്നതാ. പെട്ടെന്ന് അതിന് എന്ത് പറ്റിയതാണോ എന്തോ. പിന്നെ വണ്ടിയല്ലേ, കേടാവാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ അല്ലേ? ഗംഗയും കൊണ്ട് ബൈക്കിൽ പോണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ അത് നടന്നില്ല. ഓരോന്നും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലല്ലോ പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഗംഗയും കൊണ്ട് ഒരുപാട് സ്ഥലത്തേക്ക് യാത്ര ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കല്യാണം ഒന്ന് കഴിഞ്ഞിട്ട് വേണം എല്ലായിടത്തുനിന്ന് പോവാൻ. ഗംഗയ്ക്ക് ഹണിമൂണിന് എവിടെ പോകാനാ ഇഷ്ടം? അല്ല, ഗംഗ എന്നൊന്നും പറയാത്തെ? ഒന്നുമില്ല. നിങ്ങളെ ഞാൻ എവിടെ ഇറക്കേണ്ടത്? ആദ്യം കാണുന്ന റെസ്റ്റോറന്റിൽ നിർത്തിയാൽ മതി. റെസ്റ്റോറന്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഷോപ്പിങ്ങിന് പോ. ഗംഗയ്ക്ക് ഇഷ്ടമുള്ളതെല്ലാം മേടിക്കാം. എനിക്കൊന്നും വാങ്ങാനില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ ഗംഗേ. ഗംഗയുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരാൻ ഇനി ഞാനുണ്ട്. ഗംഗയ്ക്ക് ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. ഇറങ്ങേ. മഹേട്ടനും കൂടെ വരാമോ? എന്താ ഗംഗ ഇത്? മഹേട്ടന് ഓഫീസിൽ ഒരുപാട് ജോലി തിരക്കുണ്ടാവില്ലേ? ഗംഗ ഇറങ്ങ. ചെല്ല്. ഇറങ്ങേ. മഹേട്ടൻ നമുക്കൊരു ഹെൽപ്പ് ചെയ്തിട്ട് നമ്മൾ ഇനിയും മഹേട്ടനെ ബുദ്ധിമുട്ടിച്ചിട്ട് സമയം കളയാൻ പാടില്ല. ഗംഗ ഇറങ്ങ. വലിയ ഉപകാരം മഹിയേട്ട. ഇനി മഹിയേട്ടൻ നിന്ന് സമയം കളയണ്ട. ഓക്കെയുള്ളൂ. വൺസ് അഗൈൻ താങ്ക് യു. ശരി. ഇനി വരൂ. വാടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാ. ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ കൈ കിട്ടിയിട്ട് നീ പെട്ടെന്ന് ഞങ്ങളെ ഏൽപ്പിക്കാതെ എന്തിനാ കൊണ്ട് നടക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി ഇവളെ നിന്റെ കയ്യിൽ വെച്ചാൽ ശരിയാവില്ല. ഞങ്ങൾ അവളെ ഇപ്പൊ തന്നെ കൊണ്ടുപോയിക്കൊള്ളാം. നിങ്ങൾ വെറുതെ അബദ്ധമൊന്നും കാണിക്കരുത്. ഇപ്പൊ അവളെ കൊണ്ടുപോയി നോക്കിയാ അത് വലിയ പ്രശ്നമാവും. എന്ത് പ്രശ്നം ഉണ്ടാവാന്? നിന്റെ സൽപ്പേരിന് കളങ്കം ഉണ്ടാവും ഓർത്താണോ? അതൊന്നും അല്ല. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. നിങ്ങൾക്ക് അവളെ നേരിട്ട് കാണണമെന്ന് നിർബന്ധം പിടിച്ചോണ്ടാ ഞാൻ അവളെ ഇത്ര റിസ്ക് എടുത്ത് ഇവിടെ കൊണ്ടുവന്നത്. ഇപ്പൊ തന്നെ ഗംഗയെ കൊണ്ടുപോകാൻ ശ്രമിച്ച നമ്മളെല്ലാവരും പിടിക്കപ്പെടും. പിടിക്കപ്പെടാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. നിന്നെ ഇവിടെ നിന്ന് മുങ്ങാൻ ഞാൻ പഠിപ്പിക്കണ്ടല്ലോ.
അതല്ല. ഏതല്ല? ഞാൻ ദേ, നീ ഇനിയൊന്നും സംസാരിക്കണ്ട. വെറുതെ ഇവിടെ വെച്ച് ഞങ്ങൾക്ക് പണിയുണ്ടാക്കരുത്. നീ ഇവിടെ തന്നെ നിന്നാ മതി. അവളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഏയ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. മാറിയിരിക്കടാ. Shit. നമുക്ക് അവളെ ഇപ്പൊ തന്നെ പൊക്കണം. ഇപ്പോഴോ? അതെ, ഇപ്പൊ തന്നെ പൊക്കണം. പറ. പേടിക്കണ്ട, ഞങ്ങളൊന്ന് പരിചയപ്പെടാൻ വന്നതാ. എന്താ പേര്? ഇതെന്താ എഴുന്നേറ്റത്? ഇരിക്കൂട്ടി. ഇത്രയും സൗന്ദര്യമുള്ള പെൺകുട്ടികള് ഇങ്ങനെ പേടിക്കാൻ പാടില്ല. പേര് ചോദിച്ചാൽ പേര് പറയണം. ഈശ്വര, ഇവരൊക്കെ ആരാ? ആ നാക്കുലിത് എവിടെ പോയി? ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടും? ഇരിക്കൂട്ടി. വീടേക്ക് അപ്പൊ അനുസരണയൊക്കെ ഉണ്ട്. അല്ല, എവിടെയാ വീട്? പറയൂ പറയൂ, എവിടെയാ വീട്? പിടിക്കണ അവളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വേണ്ടത് എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാടോ. അങ്ങനെ നമുക്ക് നേരിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊന്നുമല്ല ശാസ്ത്രികളെ വിധിച്ചത്. പെരുവണ്ണാപുരത്ത് അമ്മയുടെ തിരുനടയിൽ ചെന്ന് പ്രാർത്ഥിച്ച അമ്മ അതിനുള്ള ഉത്തരം നൽകും. നാളെ ചേച്ചിയുടെ കല്യാണമല്ലേ? അതിനു മുൻപ് എനിക്ക് പെരുവണ്ണാപുരത്തേക്ക് പോണം. അമ്മയുടെ മുന്നിൽ ചെന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കണം. അവിടം വരെ ഡോക്ടർ എന്നെ കൊണ്ടുപോവോ? ഈ ഒരു ചെറിയ കാര്യത്തിന് ഇത്രയും വലിയൊരു മുഖവരുടെ ആവശ്യമുണ്ടോ ലച്ചു? ലച്ചുവിന് ഈ ലോകത്ത് എവിടെ പോകണമെന്ന് ആഗ്രഹം തോന്നിയാലും എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ അവിടെ തന്നെ കൊണ്ടുപോയിരിക്കും. മുത്തശ്ശന. ഹലോ. ശരി മുത്തശ്ശ, ഞാനിതാ എത്തി. മുത്തശ്ശന ഔഷധപ്പുരയിലേക്ക് വിളിക്കുക. പോയി എന്താണെന്ന് അന്വേഷിച്ചിട്ട് ഇതാ വരുന്നു. ലച്ചു, ഞാൻ സ്വാതിയെ കണ്ടിട്ട് വരിക. ഞങ്ങളുടെ ജീവിതത്തിന് ഒരു പുനർജീവൻ നൽകിയത് ലച്ചുവാ. ഇനി അങ്ങനെയൊന്നും പറയരുത്. നടന്നതെല്ലാം ദൈവനിശ്ചയമായിട്ട് കണ്ടാ മതി. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാം ദൈവനിശ്ചയം കാണാം. ഞാനും സ്വാതി ഒരുമിക്കാനായി ദൈവം നിശ്ചയിച്ചിട്ട് ലക്ഷ്മിയുടെ കാര്യത്തിൽ ഇനി എന്തായിരിക്കും ദൈവം നിശ്ചയിക്കുക? ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കിയ പിന്നെ ഞാനിവിടെ നിൽക്കില്ല.
എന്നെ ഏൽപ്പിച്ച ദൗത്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെയും എന്റെ ചേച്ചിയുടെയും വിവാഹം. അത് കഴിയുന്നതുവരെ മാത്രമേ ലക്ഷ്മി ഇവിടെ ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാ പിന്നെ എന്നെ അന്വേഷിക്കണ്ട. ലക്ഷ്മി അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഇത് സ്വാതിക്ക് താങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പച്ചയ്ക്കും അങ്കിളിന് ഇത് സഹിക്കാനാവോ? മംഗലശ്ശേരിയിലുള്ള ആരെങ്കിലും ഇത് അംഗീകരിച്ചു തരൂ? ഇതുവരെ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച ലച്ചുവിന് നല്ലൊരു ജീവിതം ഉണ്ടാവണം. ഞങ്ങളുടെ വിവാഹം കഴിയുന്നതോടെ അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. നിന്നെ നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ലച്ചു. നീ എങ്ങും പോകരുത്. ഞാൻ പോകുന്നത് നിങ്ങൾ മാത്രമേ അറിയാവൂ. എന്റെ ചേച്ചിയോ അച്ഛനോ അമ്മയോ മംഗലശ്ശേരിയിലുള്ളവരോ ഇതറിയരുത്. പക്ഷെ പോവാൻ നേരം നിങ്ങൾ അറിയിച്ചിട്ടേ ഞാൻ പോവും. ലച്ചു, നീ ഇക്കാര്യത്തിൽ ദയവായി എനിക്ക് തടസ്സമായിട്ട് നിൽക്കരുത്. ഇത് എന്റെ അപേക്ഷയാ. എന്നെ ഏൽപ്പിച്ച ദൗത്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെയും എന്റെ ചേച്ചിയുടെയും വിവാഹം. അത് കഴിയുന്നതുവരെ മാത്രമേ ലക്ഷ്മി ഇവിടെ ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാ പിന്നെ എന്നെ അന്വേഷിക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല, ഇതെന്താ ഈ മാജിക് ബോക്സുമായിട്ട്? സാർ, ദേ ഈ പെട്ടി തുറക്കാനുള്ള താക്കോല് കിട്ടി. ദേ ഈ കുരിശിൽ കോർത്തിരിക്കുന്ന താക്കോലുണ്ടില്ലേ, ഇതുകൊണ്ട് ഈ പെട്ടി തുറക്കാൻ പറ്റും. സത്യമാണോ നീ പറയുന്നത്? ഞാൻ എന്തിനാ വിശാൽ സാറിനോട് കള്ളം പറയുന്നേ? ഈ ചാവി കൊണ്ട് ഈ പെട്ടി തുറക്കാൻ പറ്റുമെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? നീ അത് എങ്ങനെ മനസ്സിലാക്കി? അതോ, അതാ ശരി. നീ ഇപ്പൊ എന്താ പറയാമെന്ന്? അതും ഒന്നുമില്ല. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാ. ഈ കീ ഉപയോഗിച്ച് ഈ പെട്ടി തുറക്കാന്ന് നിനക്ക് എങ്ങനെ അറിയാം? അതറിയാം. എന്റെ മനസ്സില് അങ്ങനെ ഒരു തോന്നല്. അതിരിക്കട്ടെ, ദേ ഈ കൊലുസ് ആരുടേതാണെന്ന് അറിയോ? നോക്കട്ടെ. അറിയാം. ഇതെന്റെ അമ്മയുടെ. ഞാൻ കാണിച്ചുതരാം. ഈ ഫോട്ടോ ഉണ്ടല്ലേ, അമ്മ അണിഞ്ഞിരിക്കുന്ന അതേ കൊലുസ് തന്നെ ഇതും. പക്ഷേ ഈ കൊലുസ് എങ്ങനെയാ കാട്ടിലെ പുറ്റിലെത്തി? അതറിയില്ല. ചിലപ്പോ അമ്മയെ കൊന്നതിന് ശേഷം അമ്മയുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങൾ ആ ശേഖരൻ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും. അവനെ എന്റെ കൈ കിട്ടും. വെച്ചേക്കില്ല ഞാൻ അവനെ. ഒന്നായി. എന്തിനാ അയാളെ കൊല്ലുന്നത്? പാർവതി, നീ എന്താ അങ്ങനെ പറഞ്ഞത്? എന്റെ അമ്മയെ കൊന്നവരെ ഞാൻ പോയിട്ട് പൂജിക്കണോ? അല്ല വിശാൽ സർ, അയാളെ കൊന്ന സാറിന് ജയിലിൽ പോയിട്ട് വരില്ലേ? പിന്നെ എനിക്ക് ആരാ ഉള്ളത്? സാർ സമാധാനപ്പെടൂ. എന്നിട്ട് ദാ ഈ പെട്ടി തുറന്നു നോക്ക്. അല്ലെങ്കിൽ വേണ്ട. നാളെ മദേഴ്സ് ഡേ അല്ലേ, അമ്മമാരുടെ ദിവസം. നാളെ ഈ പെട്ടി നമുക്ക് പ്രഭാവതി അമ്മയുടെ കൈ കൊടുക്കാം. എന്നിട്ട് അമ്മയെ കൊണ്ട് ഇത് തുറപ്പിക്കാം. ഇതിലെന്ത് രഹസ്യം ഉള്ളതെന്ന് അപ്പൊ നമുക്കറിയാം.
അതെ സർ, അത് തന്നെയാണ് വേണ്ടത്. ഈ പെട്ടി തുറക്കേണ്ടത് അമ്മ തന്നെ. ശരി, എന്നാ വിശാൽ സാറിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. സർ, നാളെ പുലരും വരെ ഈ പെട്ടി സാറിന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അല്ല, ബ്രോയും പാർവതിയും വന്നില്ലേ? ഇല്ല, ഞങ്ങളും അവർക്ക് വേണ്ടി തന്നെയാ വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെ എന്താ വിശേഷം? എന്തിനാ എല്ലാവരോടും ഇവിടെ വരാൻ പറഞ്ഞത്? ഇന്ന് മദേഴ്സ് ഡേ, അതിന്റെ ആഘോഷം അവിടെ നടക്കാൻ പോകുന്നേ. എന്തൊക്കെയാ ആഘോഷം? കേക്കുമുറി വല്ലതും ഉണ്ടോ? കേക്ക് മുറിക്കൽ മാത്രമല്ല, ഗംഭീര പാർട്ടിയുണ്ട്. ഈ കുരുടന് എന്തൊക്കെയാ അറിയേണ്ടത്? അല്ല, കേക്കുമുറി ഉണ്ടോ? കേക്ക് മുറിച്ചാലേ മൂപ്പി തന്നെ തൃപ്തിയാവത്തോളാ. ഇവിടെ പൊട്ടൻ ആട്ടം കാണും പോലെ എല്ലാവരും മിഴുങ്ങിയസയാന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാ ഓരോരോ ചോദ്യങ്ങളും. അങ്കിളെ, മുത്തശ്ശൻ ചോദിച്ചെന്നല്ലേ ഉള്ളൂ. അതിനെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. അത്രയല്ലേ ഉള്ളൂ. ഓ ശരി, ആയിക്കോട്ടെ. കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് മുത്തശ്ശ. അതറിഞ്ഞാ മതി. ബ്രോ എത്തി. എന്താ ഇത്? അതൊക്കെയുണ്ട്. പ്രഭാവതി അമ്മയ്ക്കുള്ള സമ്മാനം അല്ലേ ബ്രോ? എങ്കിൽ മദേഴ്സ് ഡേ ആയിട്ട് മരിച്ചുപോയ നിന്റെ അമ്മയ്ക്കും എന്തെങ്കിലും സമ്മാനം കൊടുക്കണ്ടേ വിശാൽ? ഈ അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോ ആ അമ്മയുടെ ഓർമ്മയും നിലനിർത്തണ്ടേ? അമ്മയെ മറന്നിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യൂ സുശീലാന്റി? അമ്മയ്ക്കുള്ള സമ്മാനവും ഉണ്ട്. ആ സമ്മാനവുമായി പാർവതി വരുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അപ്പോ ശ്യാമ ഇന്ന് ശ്യാമയ്ക്ക് വേണ്ടി പാടാൻ പോകുന്നു. അതും കൃഷ്ണ തുളസി എന്ന പേരില്. ശ്യാമയുടെ പാട്ട് സൂപ്പർ ഹിറ്റ് ആവും, അത് ഉറപ്പാ. അപ്പൊ ഇതേ സമയം നടക്കേണ്ട എന്റെ റെക്കോർഡിംഗ് നടക്കില്ല അല്ലേ? അത് സാരമല്ല, ശ്യാമ രക്ഷപ്പെടട്ടെ. രക്ഷപ്പെട്ടോളൂ.
അപ്പൊ ഈ വിസ്മയോ? ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? പ്രശസ്ത പാട്ടുകാരി, ചുറ്റും ആരാധകര്, പേര്, പണം, പ്രശസ്തി, എല്ലാം ദാ ഇന്നത്തോടെ അവസാനിക്കാൻ പോകുന്നു. എന്നെ ആരാധിച്ചവർ തന്നെ എന്നെ കല്ലെറിയും. ശബ്ദം കടമെടുത്തവൾ, ശ്യാമയെ വഞ്ചിച്ചവൾ, വഞ്ചകി. അങ്ങനെ ഇനി രക്ഷയില്ല, എവിടെയും രക്ഷയില്ല. അതാ ഞാൻ എന്റെ ജീവൻ അങ്ങ് അവസാനിപ്പിക്കാൻ പോയത്. അപ്പോ നീ എനിക്ക് വീണ്ടും പ്രതീക്ഷ തന്നു. എന്നിട്ട് നീ ഇപ്പൊ പറയുന്നു എനിക്ക് വേണ്ടി പാടില്ലെന്ന്. പിന്നെ ഞാൻ എന്തിനാ ഇനി ജീവിക്കുന്നേ, അല്ലേ? വിസ്മയ, വിസ്മയ, മെല്ലെ ഓടിക്കുക. വിസ്മയ, എന്താ നീ ഇങ്ങനെയൊക്കെ? അവസാനമായി ഒന്നുകൂടി ചോദിക്കാം. ഒരേ ഒരു പ്രാവശ്യം കൂടി നീ എനിക്ക് വേണ്ടി പാടില്ലേ? അഖിൽ സാറിന്റെ അച്ഛനെല്ലാം ഞാൻ വാക്ക് കൊടുത്തതാ. ഇനി എനിക്ക് വേണ്ടി മാത്രമേ പാടുള്ളൂ എന്ന്. നന്നായി, അത് നന്നായി. അപ്പൊ അവസാന പ്രതീക്ഷയും തീർന്നു. രക്ഷയില്ല, ഇനി രക്ഷയില്ല. അവസാനിപ്പിച്ചേക്കാം, ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കാം. വിസ്മയ, എനിക്ക് പേടിയാവുന്നു. പതുക്കെ പോ വിസ്മയ, സ്പീഡ് കുറയ്ക്ക്, പതുക്കെ പോ. വിസ്മയ, വണ്ടി നിർത്ത. വിസ്മയ, പതുക്കെ വണ്ടി ഓടിക്കുക. നീ എന്തായി കാണിക്കുന്നേ? അയ്യോ, നീ വണ്ടി ഓടിക്കാൻ പോകുന്നു. വിസ്മയ, നോക്കി. ഈശ്വര, വിസ്മയ, എനിക്ക് പേടിയാവുന്നു. വിസ്മയ, പതുക്കെ. ദൈവമേ, ഒന്ന് സ്പീഡ് കുറയ്ക്ക് വിസ്മയ, പ്ലീസ്. എന്റെ കൃഷ്ണ. ഈശ്വര. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാടാൻ അവള് സമ്മതിച്ചോ? സമ്മതിച്ചു. എന്റെ ഈശ്വര, അതെങ്ങനെയാ മോളെ? ഒന്നും ഇപ്പൊ എന്നോട് ചോദിക്കണ്ട. ശ്യാമ ഇവിടെ എന്നോടൊപ്പം ഉണ്ട്. റെക്കോർഡിംഗ് ഇപ്പൊ തുടങ്ങും. ഓ ശരി, ഇപ്പഴാ ശ്വാസം നേരെ വീണത്. മമ്മി, അതല്ല പ്രശ്നം. ഇത് സ്റ്റുഡിയോയല്ലേ. അവളെ എങ്ങും ഒളിപ്പിച്ചു വെച്ച് പാടിക്കാൻ പറ്റില്ലല്ലോ. സത്യം എല്ലാരും അറിയും, അത് പ്രശ്നമാകും. അത് നീ ടെൻഷൻ ആവണ്ട, അതിനുള്ള വഴികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ മമ്മി ഇത്? അതിനുള്ള ഒരുക്കങ്ങളുമായി ഞാൻ ഉടൻ സ്റ്റുഡിയോയിലെത്തും. മമ്മി, അത് എന്താ? ഞാൻ പറഞ്ഞില്ലേ, അതിനുള്ള സെറ്റപ്പ് ഒക്കെ റെഡിയാക്കി ഞാൻ വരുന്നുണ്ട്. അതുവരെ നീ വെയിറ്റ് ചെയ്യ്, ഓക്കേ? തൊണ്ടയുടെ പ്രശ്നം ഇനിയും ക്ലിയർ ആയില്ലല്ലോ. ഇങ്ങനെ പോയാൽ റെക്കോർഡിംഗ് വൈകും, അത് പ്രശ്നമാണ്. അത് സാർ, മമ്മിയൊപ്പം ഉണ്ടെങ്കിലേ എനിക്ക് പാടാൻ ശരിക്കും ധൈര്യം കിട്ടൂ. ഞാൻ ആദ്യമേ അങ്ങനെ ശീലിച്ചു പോയി. എന്നാ അമ്മയെ വിളിക്കൂ. മമ്മി യാത്രയില്ല, ഇപ്പൊ ഇവിടെ എത്തും. ഇങ്ങനെ താമസിപ്പിച്ച എന്ത് ചെയ്യാനാ? JK സാർ പാവം, ഇപ്പൊ ടെൻഷനിലാവും. ഞാനാകെ പെട്ടുപോയല്ലോ എന്റെ കൃഷ്ണ. സർ, ഒരു മിനിറ്റ് പ്ലീസ്. GK സാറിനും ഇന്നിവിടെ റെക്കോർഡിംഗ് ഉണ്ട്. പാടുന്നതൊരു പുതിയ കുട്ടിയാണ്. GK സാർ ഇവിടെ ഉണ്ടോ? ആ,
അപ്പുറത്തുണ്ട്. എന്റെ ഗുരുവാ, സാറിനെ കൂടി ഇങ്ങോട്ട് ക്ഷണിക്കാം. റെക്കോർഡിങ്ങിന് സാറ് കൂടി ഉണ്ടെങ്കിൽ അതെന്റെ ഭാഗ്യമാണ്. ശരി സാർ, സാർ വരൂ. വിസ്മയ, ഞാൻ വേഗം പോയി എന്റെ റെക്കോർഡിംഗ് തീർത്തിട്ട് വരാം. വേണ്ട, നീ എവിടെയും പോവണ്ട. നീ എനിക്ക് വാക്ക് തന്നതാ, മാറിയ അറിയാലോ. വിസ്മയ, GK സാർ എന്നെ കണ്ട പ്രശ്നോ, അതുകൊണ്ടാ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞില്ലേ. നീ മര്യാദക്ക് എവിടെ നിൽക്കേ, എങ്ങും പോണ്ട. വിസ്മയ പ്ലീസ്. വെറുതെ ഒരു സീൻ ഉണ്ടാക്കരുത്. എന്റെ കൃഷ്ണ, ഇനി എന്താ ഒരു വഴി? റെക്കോർഡിങ്ങിന് സാറ് കൂടി വന്നാൽ എനിക്ക് സന്തോഷമാകും. എന്തായാലും നമ്മുടെ റെക്കോർഡിംഗ് ഇനിയും വൈകും. ആ കുട്ടി എത്തിയില്ലല്ലോ. അപ്പോ ഇവരുടെ റെക്കോർഡിംഗ് എങ്കിലും കാണാം. അവിടെ എല്ലാം ഓക്കെ ആണോ? അതെ സാർ, അവിടെ ഏകദേശം എല്ലാം ഓക്കെയാണ്. എന്നാ നമുക്ക് അങ്ങോട്ട് പോവാം. ശരി സാർ. ആ, ഈശ്വര, GK സാർ ഇവിടെ വന്ന എന്നെ കണ്ട എന്റെ സംഗീത ഭാവി തന്നെ അതോടെ തീരില്ലേ? കൊടുത്ത വാക്ക് തെറ്റിച്ച എന്നെ അഖിൽ സാറും അച്ഛനും എല്ലാരും വെറുക്കും. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മ എവിടെയാ സീതമ്മേ? ഇതുവരെ അമ്മ എന്റെ അടുത്ത് വന്നില്ലല്ലോ. ആര് പറഞ്ഞു വന്നില്ലെന്ന്? അമ്മ രാവിലെ തന്നെ വന്നിരുന്നു. അപ്പോ അച്ചൂട്ട് നല്ല ഉറക്കം. അന്നേരം അച്ചൂട്ടനെ ഉണർത്താൻ നോക്കിയപ്പോ ഞാനാ ഓടിച്ചു വിട്ടത്. എന്റെ കുട്ടി ഇന്നലെ രാത്രി എന്റെ കഥകളൊക്കെ കേട്ട് താമസിച്ചാ ഉറങ്ങിയത്. രാവിലെ നന്നായിട്ട് ഉറങ്ങട്ടെ എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ എവിടെ? ഞങ്ങളിവിടെ ഉണ്ടല്ലോ. അമ്മ വന്നല്ലോ. അമ്മ മാത്രമല്ല, അച്ഛനും ഉണ്ട് കൂടെ. അച്ചൂട്ടാ, ഇന്നലെ മുഴുവൻ നിന്നെ മിസ് ചെയ്തു. സാരമില്ല, ഇന്ന് നീ ഇങ്ങ് വന്നല്ലോ, സന്തോഷമായി ഞങ്ങൾക്ക്. അപ്പോ ഇനി പ്രസാദങ്ങളാണോ ശരിക്കും എന്റെ അച്ഛൻ? അതെ അച്ചു, ഞാനാണ് ഇനി ശരിക്കും അച്ചുവിന്റെ അച്ഛൻ. എന്നാ ശരി. എന്നാ അച്ഛനും അമ്മയും ഇന്ന് എനിക്കൊരു കാര്യം ചെയ്യണം. എന്ത് കാര്യം? രണ്ടുപേരും ഒരുമിച്ച് വേണം ഇന്നെ സ്കൂളിൽ കൊണ്ടുവിടാൻ. അയ്യോ, അത് വേണോ അച്ചു? വേണമെങ്കിൽ ഞാൻ കൊണ്ടുവിട്ടാ പോരെ? പ്രസാദിന് നിന്ന് ഒരുപാട് ജോലി തിരക്കുള്ളതാ. വേണ്ട, അമ്മ മാത്രമായിട്ട് കൊണ്ടുവിടണ്ട. ശരി, അമ്മ കൊണ്ടുവിടണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവിടാം. എന്താ അതുപോലെ അച്ചൂട്ടന്? പോരാ, അച്ഛനും അമ്മയെ ഒരുമിച്ച് കൊണ്ടുവിടണമെന്ന് പറഞ്ഞില്ലേ? അച്ചൂട്ടാ, വെറുതെ നിന്ന് ചിണുങ്ങി സമയം കളയാതെ വേഗം റെഡി ആയിട്ട് വാ. ഞാൻ കൊണ്ടുപോയി വിടാൻ നിന്നെ. പറ്റില്ല പറ്റില്ല പറ്റില്ല. അച്ഛനും അമ്മയും കൊണ്ടുവിട്ടില്ലെങ്കിൽ ഞാനിന്ന് സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞില്ലേ? പരീക്ഷ നടക്കുക അച്ചു, വെറുതെ നിർബന്ധം കാണിക്കില്ലേ? നിർബന്ധം കാണിക്കും. അച്ഛനും അമ്മയും തന്നെ എന്നെ സ്കൂളിൽ കൊണ്ട് വിടണം വിടണം വിടണം. അച്ചു, വെറുതെ അടി വാങ്ങി പിടിക്കാതെ വേഗം പോയി ഒരുങ്ങി വാ. ഞാനാ നിന്നെ ഇന്ന് കൊണ്ടുവിടുന്നത്. ഇല്ല, പോവൂല പോവൂല പോവൂല. ശരി ശരി, തർക്കം മതിയാക്ക്. അച്ഛനും അമ്മയും കൂടി തന്നെ ഇന്ന് അച്ചൂട്ടനെ സ്കൂളിൽ കൊണ്ടാക്കുന്നു. മോൻചെല്ലേ, പോയി വേഗം ഒരുങ്ങി വാ. അല്ല പ്രസാദേട്ടാ, ഇവന്റെ ഈ വാശിയുണ്ടല്ലോ. നീ ഒന്നും പറയണ്ട. അച്ചു വാ, വന്ന് വാഴിയിട്ട് നമുക്ക് പോയി ഒരുങ്ങാം. എന്തൊരു വാശിയാണ് ഈ കുട്ടിക്കെന്ന് നോക്ക്. അഞ്ജലി, ഇന്ന് അവന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന മട്ടിൽ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അതവന്റെ മനസ്സിലൊരു കറുപ്പായി എന്നും അങ്ങനെ കിടക്കും.
അമ്മ വിവാഹം കഴിച്ചതുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് അവൻ സ്വയം വിധി എഴുതും. ആ വിചാരം വന്നാൽ ഫലം അവൻ പിന്നെ എന്നെ വെറുക്കുമായിരിക്കും. ഒപ്പം നിന്നിൽ നിന്ന് അകലം പാലിക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ശാഠ്യം കാണിക്കട്ടെ, നമുക്ക് ശാഠ്യം വേണ്ട. നീ ഒന്ന് സന്തോഷത്തോടെ കൂടെ വന്നാ മതി. രാവിലെ അവനെയും കൊണ്ട് നമുക്കൊന്ന് സ്കൂൾ വരെ പോയിട്ട് വരാം. മോന്റെ വാശി അമ്മയ്ക്ക് വേണ്ടാന്നർത്ഥം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സ്കൂൾ അടച്ച എന്താ അച്ഛന്റെ പ്ലാൻ? ഒന്നും ആലോചിച്ചിട്ടില്ല ടീച്ചറെ. എന്തായാലും വെറുതെ കളിച്ചു നടക്കാൻ ഞാൻ വിടുന്നില്ല. എവിടെയെങ്കിലും സമ്മർ ക്ലാസ് ഉണ്ടെങ്കിൽ അവിടെ വിടണമെന്നാ വിചാരം. എന്നാ ഒരു കാര്യം ചെയ്, അന്ന് നിർത്തിയതുപോലെ എന്റെ വീട്ടിൽ നിർത്ത്. വീട്ടിന്റെ അടുത്ത് തന്നെ സമ്മർ ക്ലാസ് നടത്തുന്ന ഒരു സെന്റർ ഉണ്ട്. അവിടെ ക്ലാസ്സിന് പോവാം. എന്തു പറയുന്നു അച്ചൂട്ടാ? വെക്കേഷന് ടീച്ചറിന്റെ വീട്ടിൽ നിൽക്കുന്നോ? അമ്മ പറഞ്ഞാ മതി. എന്ന് പറയുമ്പോ അച്ചൂടിന് എന്റെ വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമില്ലെന്ന് അർത്ഥം. അയ്യോ, അങ്ങനെയല്ല. ടീച്ചറിന്റെ കൂടെ നിൽക്കാനും ഇഷ്ടമാണ്, അമ്മയുടെ കൂടെ നിൽക്കാനും ഇഷ്ടമാണ്. അമ്മ പറഞ്ഞ ആരുടെ കൂടെ വേണമെങ്കിലും നിൽക്കാം. എന്നാ ഈ വെക്കേഷൻ എന്റെ കൂടെ. ഇതുവരെയുള്ള എല്ലാ വെക്കേഷനും അമ്മയുടെ കൂടെ നിന്നതല്ലേ? എന്തു പറയുന്നു? അമ്മ പറഞ്ഞ എനിക്ക് സമ്മതം. എന്നാ ശരി, ഞങ്ങൾ ക്ലാസ്സിലോട്ട് പോട്ടെ അഞ്ജലി. അല്ല, പ്രസാദേട്ടൻ കളർ പെൻസിൽ വാങ്ങാൻ പോയിട്ട് കാണുന്നില്ല. സാരമില്ല, ഇന്നത്തേക്ക് ഡ്രോയിങ് ടീച്ചറോട് പറഞ്ഞോളാം. അല്ലെങ്കിൽ തന്നെ മറ്റു കുട്ടികളുടെ അടുത്ത് ഉണ്ടാവും. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് വരച്ചോളും. അതല്ല ടീച്ചറെ, എന്തായാലും വാങ്ങാൻ പോയതല്ലേ, വരട്ടെ, അതും കൊണ്ടുപോവാം. അല്ലെങ്കിൽ വേണ്ട ടീച്ചറെ, ഇന്നത്തേക്ക് കളർ വേണ്ട. പ്രസാദേട്ടൻ എങ്ങോട്ട് പോയിന്നാ ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങൾ പൊയ്ക്കോ. ശരി. അച്യുത്, അങ്കിളെ, ഗുഡ് മോർണിംഗ് അച്ചു. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഇതാണ് എന്റെ നാഥൻ അങ്കിൾ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അങ്കിൾ എന്താ എന്റെ സ്കൂളില് എന്തെങ്കിലും വലിയ പ്രോഗ്രാം ഉണ്ടോ? ഒന്നുമില്ല അച്ചു, ഞാൻ നിന്നെ കാണാൻ വേണ്ടി തന്നെ വന്നത്. ഇത് ചെറിയ സ്വീറ്റ്സാ, വീട്ടിൽ ചെന്നിട്ട് എടുത്താൽ മതി. താങ്ക് യു അങ്കിൾ. സത്യത്തിൽ അങ്കിൾ എന്നെ കാണാൻ വന്നതാണോ? അതെ അച്ചു, കുറെ കാലമില്ലേ നിന്നെ കണ്ടിട്ട്. അതുകൊണ്ട് നിന്നെ മിസ്സായും തോന്നി, അങ്ങനെ വന്നതാ. അങ്കിളെ ഇതാ ബെല്ലടിച്ചു. ശരി അച്ചു, വൈകാതെ വീണ്ടും കാണാമേ. അച്ചു ഇപ്പൊ എന്റെ ഒരു വീക്ക്നെസ്. അവന്റെ പെരുമാറ്റം പ്രധാനമായും എന്നെ ആകർഷിക്കുന്നത്. നല്ല കാര്യബോധം, മുതിർന്ന ഒരാളിനെ പോലെ എല്ലാ വിഷയങ്ങളിലുള്ള അറിവ്. ഇങ്ങനെ വേണം കുട്ടികളെ വളർത്തിയെടുക്കാൻ. അക്കാര്യത്തിൽ ഏതൊരമ്മയ്ക്കും മാതൃകയാണ് നിങ്ങള്. എനിവേ, ഓൾ ദി ബെസ്റ്റ്. അച്ഛനും ഇങ്ങനെ വളർത്തിയെടുത്ത നിങ്ങൾക്ക് ഗുഡ്. ഗുഡ് ബൈ അച്ചു, വീണ്ടും കാണാം. ബൈ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.